ഒരു ഗാനം ഒരു വ്യക്തിയുടെ ജീവിതം മാറ്റിമറിക്കുക. അതാണ് കോടാലി കടമ്പോട് സ്വദേശിയും മറ്റത്തൂർ ശ്രീകൃഷ്ണ സ്കൂളിലെ വിദ്യാർത്ഥിയുമായ മിലന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അതിന് കാരണമായതോ പ്രിയ അധ്യാപകനും. 2022 ജൂലൈ 15. ഈ തീയതി ഒരിക്കലും മിലൻ മറക്കില്ല. കാരണം അന്നാണ് അവന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന കലാകാരനെ ലോകം തിരിച്ചറിഞ്ഞത്. കുട്ടികളുടെ പ്രിയ അധ്യാപകനായ പ്രവീൺ എം കുമാറാണ് ക്ലാസ് എടുക്കുന്നത്. ബെല്ലടിക്കാൻ ഒരു 5 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്. ഇന്നാരാ ഒരു പാട്ട് പാടുക എന്ന ചോദ്യവുമായി മാഷ്. അത് കേട്ട മാത്രയിൽ മിലൻ മാഷിന്റെ അടുത്തു വന്ന് യാതൊരുവിധ സങ്കോചവുമില്ലാതെ പാടാൻ ആരംഭിച്ചു. ജയസൂര്യ നായകനായ വെള്ളം എന്ന മലയാള ചലച്ചിത്രത്തിലെ മനോഹര ഗാനം. നിതീഷ് നടേരിയുടെ വരികൾക്ക് ബിജിബാൽ ഈണം പകർന്ന് ഷഹബാസ് അമൻ ആലപിച്ച ഹൃദയസ്പർശിയായ ഗാനം മിലന്റെ ശബ്ദത്തിൽ കേട്ടപ്പോൾ കുട്ടികൾ എല്ലാവരും നിശബ്ദരായി. പാട്ട് അവസാനിച്ചപ്പോഴേക്കും നിറഞ്ഞ കരഘോഷത്താൽ ക്ലാസ് മുറി മുഖരിതമായി. മിലൻ പാടുന്നത് പ്രവീൺ കുമാർ മൊബൈൽ ക്യാമറയിൽ പകർത്തിയിരുന്നു. രാത്രി ആ വീഡിയോ ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കാനും മറന്നില്ല. പിന്നെ സംഭവിച്ചതെല്ലാം ചരിത്രമാണ്. ഓരോ നിമിഷവും കാഴ്ചക്കാരുടെ എണ്ണം വർദ്ധിച്ചു വന്നു. അങ്ങനെ വീഡിയോ തരംഗമായി. പുതുതലമുറയുടെ ഭാഷ കടമെടുത്താൽ വൈറലായി. ആകാശമായവളെ ഗാനം പാടിയ ഷഹബാസ് അമൻ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർ പാട്ടുപാടിയ മിലനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ച പ്രവീൺ കുമാറിനും ആശംസകൾ നേർന്ന് രംഗത്തെത്തി. പത്രദൃശ്യ സമൂഹ മാധ്യമങ്ങളിൽ മാതൃകാ അധ്യാപകനും വിദ്യാർത്ഥിയും നിറഞ്ഞു നിന്നു. നാടെങ്ങും മിലന് അനുമോദന സദസ്സുകൾ. അവിടെയെല്ലാം മിലൻ തെളിഞ്ഞുപാടി. പിന്നീടാണ് ഫ്ലവേഴ്സ് ചാനലിൽ ടോപ്പ് സിംഗർ എന്ന റിയാലിറ്റി ഷോയിലേക്ക് മത്സരാർത്ഥിയായി മാറുന്നത്. ഈ കാലയളവിൽ നിരവധി ആൽബങ്ങളിലും മിലൻ പാടി. ഇപ്പോഴിതാ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്ക് മിലൻ കടന്നു വന്നിരിക്കുകയാണ്. ലിജോ ജോസ് പെല്ലിശ്ശേരി അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം പല്ലുട്ടി 90s കിഡ്സിൽ ഗായിക സിത്താര കൃഷ്ണകുമാറിന്റെ മകൾ സാവൻ ഋതുവിനൊപ്പമാണ് മിലൻ ഗാനം ആലപിച്ചിരിക്കുന്നത്. മാലേ മാലേ എന്ന് തുടങ്ങുന്ന ഗാനം ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. മണികണ്ഠൻ അയ്യപ്പ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്ന ഗാനത്തിന്റെ വരികൾ ഒരുക്കിയിരിക്കുന്നത് സുഹൈൽ കോയയാണ്. മിലന്റെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റത്തിൽ ഒരു കാര്യം എടുത്തു പറയേണ്ടതായുണ്ട്. ആകാശമായവളെ എന്ന ഗാനം മിലൻ പാടിയപ്പോൾ പ്രവീൺ കുമാർ ആ ദൃശ്യം പകർത്തി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചതാണ് ഇങ്ങനെയൊരു മാറ്റത്തിന് വഴിയൊരുക്കിയത്. അല്ലെങ്കിൽ കൊച്ചു ക്ലാസ് മുറിയിലെ 4 ചുമരുകൾക്കുള്ളിൽ മാത്രം അലയടിച്ച് ആ ഗാനം ഒടുങ്ങിയേനെ. പക്ഷേ പ്രവീൺ കുമാർ എന്ന അധ്യാപകൻ വഴി ഗാനത്തിന്റെ അലയടികൾ ലോകമാകെ ഉയർന്നു. നമ്മൾ എല്ലാവരും പ്രവീണിനെ പോലെ പ്രവർത്തിച്ചാൽ ഭൂമി സ്വർഗമാകും. മനുഷ്യനാകട്ടെ ഏതു ജീവജാലമാകട്ടെ അവർക്ക് നമ്മളാൽ സാധിക്കുന്ന സഹായങ്ങൾ ചെയ്തു നൽകുക. ചെറിയ കാര്യമാണെന്നോ അല്ലെങ്കിൽ അത് തന്റെ കാര്യമല്ലെന്നോ കരുതി അവരുടെ ആവശ്യത്തിന് നേരെ കണ്ണടയ്ക്കരുത്.